പാലക്കാടൻ പോര് അതിന്റെ അവസാനത്തെ അരമണിക്കൂറിൽ എത്തിയിരിക്കുകയാണ്. അഞ്ചര എത്തിയിരിക്കുന്നു. ഇനി അരമണിക്കൂർ കൂടിയാണ് ബാക്കിയുള്ളത്. നമ്മൾ രാവിലെ മുതൽ തന്നെ പല ബൂത്തുകളിലെയും വിവരങ്ങൾ എടുത്തുകൊണ്ടിരിക്കുന്നു. നമ്മുടെ എല്ലാ റിപ്പോർട്ടർമാരും മാറി മാറി പല ബൂത്തുകളിലേക്കൊക്കെ പോകുന്നുണ്ട്. പക്ഷേ ഒരു ബൂത്തിൽ രാവിലെ മുതൽ നിൽക്കുന്ന ഒരു റിപ്പോർട്ടറുള്ളത് AK സ്റ്റെഫിനാണ്. കാരണം അവൻ അവിടെ നിന്ന് മാറാൻ കഴിയില്ലായിരുന്നു. ആ ബൂത്തിൽ ഒരു പക്ഷേ പ്രശ്ന സാധ്യത, മറ്റേ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രശ്ന സാധ്യത കണക്കാക്കിയതല്ല. പക്ഷേ BJPയുടെ ജില്ലാ അധ്യക്ഷൻ ഹരിദാസുമായി ബന്ധപ്പെട്ട തർക്കം, ഹരിദാസിന് വോട്ടുള്ളത് ഇവിടെയാണ്. സ്റ്റെഫിൻ നിൽക്കുന്ന ഈ സുൽത്താൻ പേട്ടയിലെ സ്കൂളിലാണ്, ഈ പോളിംഗ് ബൂത്തിലാണ്. സ്റ്റെഫിൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. സ്റ്റെഫിൻ, ഇനി അരമണിക്കൂർ കൂടി മാത്രമേ ബാക്കിയുള്ളൂ. ഇന്നലെയൊക്കെ സംസാരിച്ചപ്പോൾ വൈകിട്ട് വന്ന് വോട്ട് ചെയ്യുമെന്നാണ് ഹരിദാസ് പറഞ്ഞിരുന്നത്. ഇനി വരാനുള്ള സാധ്യതയുണ്ടോ? ഏതായാലും രാവിലെ നമ്മൾ ബന്ധപ്പെടുമ്പോൾ പറഞ്ഞു ഉച്ച കഴിയുമ്പോഴത്തേന് വരുമെന്ന്. അതിനുശേഷം 3 മണി കഴിയുമ്പോഴത്തേനും എത്തുമെന്ന് പറഞ്ഞു. ഏതായാലും ഇപ്പോൾ ഇനി മിനിറ്റുകൾ മാത്രമേ വോട്ട് അവസാനിക്കുന്നതിന് വേണ്ടി ബാക്കിയുള്ളൂ. ഇപ്പോഴും അദ്ദേഹത്തിന് വേണ്ടി ഉള്ള കാത്തിരിപ്പിലാണ് നമ്മളെല്ലാവരും. ഇപ്പോൾ ഈ പോളിംഗ് ബൂത്തിൻ്റെ മുന്നിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ പോലീസിൻ്റെ ഒരു വലിയ സന്നാഹം നമുക്ക് കാണാം. ഒപ്പം കോൺഗ്രസിൻ്റെ MP VK ശ്രീകണ്ഠൻ അടക്കമുള്ള ആളുകളൊക്കെ തന്നെ, കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരും ഒക്കെ തന്നെ ഇവിടെ വന്ന് തടിച്ചുകൂടിയിട്ടുണ്ട്. ഇതിന് തൊട്ടടുത്ത് ഈ പോളിംഗ് ബൂത്തിന് ഏതാണ്ട് 2 ബിൽഡിംഗ് അപ്പുറം മാത്രമാണ് BJPയുടെ ജില്ലാ കമ്മിറ്റി ഓഫീസുള്ളത്. ഒരുപക്ഷെ അദ്ദേഹം അവിടെ എത്തിയതിനു ശേഷം ഇങ്ങോട്ടേക്കൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്, വോട്ട് ചെയ്യാൻ വരാനുള്ള സാധ്യതയുണ്ട്. BJP പ്രവർത്തകരും അങ്ങിങ്ങൊക്കെയായിട്ട് ഇവിടെ VK ശ്രീകണ്ഠൻ തമ്പടിച്ച് നിൽക്കുന്നത് ഹരിദാസിന് അവിടേക്ക് എത്താനുള്ള സാധ്യത മുന്നിൽ കണ്ടാണോ? അതായത് ഈ തെരഞ്ഞെടുപ്പിന്റെ ഒരു പോളിംഗിന്റെ ഒരു കലാശക്കൊട്ട് ഈ സുൽത്താൻ പേട്ടയിലെ ബൂത്തിലാണോ നടക്കാൻ പോകുന്നത്? അഭിലാഷ്, അങ്ങനെ പറഞ്ഞാലും അതിശയിക്കേണ്ടതില്ല. കാരണം ഏതായാലും ഹരിദാസ് വോട്ട് ചെയ്യാൻ എത്തിക്കഴിഞ്ഞാൽ തടയുമെന്നുള്ളത് നേരത്തെ CPM പറഞ്ഞിരുന്നു. CPMൻ്റെ മന്ത്രി അടക്കമുള്ള ആളുകളൊക്കെ തന്നെ അത് പറഞ്ഞിരുന്നു. എന്നാൽ നേരത്തെ നമ്മൾ VK ശ്രീകണ്ഠനോട് അല്പം മുമ്പ് സംസാരിച്ചപ്പോഴും അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തെ തടയാൻ ഏതായാലും ഉദ്ദേശിക്കുന്നില്ല. നിയമപരമായി ഇത് ചോദ്യം ചെയ്യും. കോൺഗ്രസിൻ്റെ ബൂത്ത് ഏജൻറ്റ് ഈ പോളിംഗ് ബൂത്തിൽ തന്നെയുണ്ട്. അദ്ദേഹം വോട്ട് ചെയ്യാൻ എത്തുകയാണെങ്കിൽ അത് അവിടെ വെച്ച് ചലഞ്ച് ചെയ്യും. അതിനുശേഷം പ്രിസൈഡിംഗ് ഓഫീസർ ആയിരിക്കും ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം വോട്ട് ചെയ്യണമോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം എടുക്കുക. അദ്ദേഹത്തിൻ്റെ ഒരു ഡിസ്ക്രിപ്ഷൻ പവറാണത്. അതോടൊപ്പം തന്നെ കളക്ടറും ഇന്നലെ പറഞ്ഞിരുന്നു സത്യവാങ്മൂലം എഴുതി നൽകുക, അതിനുശേഷം വോട്ട് ചെയ്യാനുള്ള അവകാശം ഉണ്ടാകും. വോട്ടർ പട്ടികയിൽ പേരുള്ള എല്ലാവർക്കും വോട്ട് ചെയ്യാനുള്ള അവകാശം ഉണ്ട്. അതുകൊണ്ട് തന്നെ സത്യവാങ്മൂലം എഴുതി നൽകേണ്ടതുണ്ട്. ഈ ഹരിദാസ് ഒരുപക്ഷെ ഇവിടെ വരികയാണെങ്കിൽ പോലും ഇദ്ദേഹത്തിന് ഇവിടെയാണ് വോട്ട് ഉള്ളത് എന്ന് കൃത്യമായി സത്യവാങ്മൂലം എഴുതി നൽകിയാൽ അദ്ദേഹത്തിന് വോട്ട് ചെയ്യാം. പക്ഷേ ഇപ്പോഴും അദ്ദേഹം വരുന്ന കാര്യത്തിൽ ഒരു സ്ഥിരീകരണം നമുക്ക് ഇല്ല. ഇനി മിനിറ്റുകൾ മാത്രമേ ഉള്ളൂ. ഏതായാലും BJP പ്രവർത്തകരുണ്ട്, കോൺഗ്രസ് പ്രവർത്തകരുണ്ട്, പോലീസുകാരുണ്ട്, മാധ്യമപ്രവർത്തകരുടെ ഒരു വലിയ പട തന്നെയുണ്ട്. എല്ലാ ശ്രദ്ധയും ഇപ്പോൾ യഥാർത്ഥത്തിൽ സുൽത്താൻപേട്ടയിലെ ഈ LP സ്കൂളിലേക്കാണ്. കാരണം ഇത്രയധികം ജനത്തിരക്ക് നമ്മൾ